ഇന്ന് ഒരു നൈറ്റ് ക്രീം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് ഞാൻ കറ്റാർവാഴ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കിയതാട്ടോ ഈ ആലോ ജെല്ല്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അപ്പോൾ ഇതിൽ ഞാൻ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തേക്കുവാണ്. ഇപ്പം നൈറ്റ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. രാത്രി ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മുഖത്ത് ഈ ക്രീം അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ ഡാർക്ക് സ്പോട്ടും എല്ലാം മാറി മുഖത്തിന് നല്ലൊരു ഫ്രഷ്നെസ്സും മുഖം നന്നായിട്ടൊന്ന് ഗ്ലോ ആകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചറൊക്കെ പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ജെൻസ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല, കാരണം കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ചെറിയ സ്കിന്നിലുള്ള ചെറിയ ചെറിയ രോഗം പുരികത്തിലൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. ചെറിയ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ മുഖത്ത് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. രാവിലെ എഴുന്നേറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഇനി നൈറ്റ് നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പകല് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ്. മാക്സിമം മഞ്ഞളൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിലത്ത് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു നൈറ്റ് ക്രീമിനാണ് ഞാൻ മാക്സിമം ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഡെയിലി യൂസ് ചെയ്യാം, പക്ഷേ യൂസ് ചെയ്തുകൊണ്ട് വെയിലത്ത് പോകാതിരിക്കുക. അതിനുവേണ്ടി മോയ്സ്ചറൈസിങ് ക്രീം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. അതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക്. ഓക്കെ, അതിനകത്ത് ഞാൻ ഇതിൽ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് നമ്മുടെ ഇവിടെ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എല്ലാം തന്നെ കുറച്ചുകൂടെ ഫ്രഷ് ഐറ്റമാണ്. കാരണം തേക്കടി ട്രൈബൽ ഏരിയയുമായിട്ട് കമ്പൈൻ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കിട്ടുന്നതെല്ലാം വളരെ പ്യുവറായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ആലോരിച്ചിരിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിൽ ഞാൻ എസെൻഷ്യൽ ഓയിൽ എടുക്കുന്നുണ്ട്. ഒരു 6 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്പം ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലിസറിനും ഈ ആൽമണ്ട് ഓയിലും എല്ലാം തന്നെ അല്ലാതെ പർച്ചേസ് ചെയ്തേക്കുന്നതാണ്. അത് കെമിക്കൽ ഫ്രീ അല്ല, അതിനകത്ത് ചേർക്കേണ്ട കെമിക്കൽസ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിസർവേറ്റീവായിട്ട് ഞാൻ ഒരേ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർത്തേക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ സെൽസിൻ്റെ റീജനറേഷൻ, സെൽസിൻ്റെ ഒക്കെ പെർഫെക്റ്റാണ്. പല ഡോക്ടേഴ്സും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമ്മൾ ഇൻടേക്കിനും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ നല്ലതാണ്, മോശമല്ല. കെമിക്കൽസ് അങ്ങനെ ഒരുപാടുള്ളതല്ല. അപ്പോൾ ഇത് ഞാനിനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആകണം. ബ്ലെൻഡ് ആകുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. കുറച്ച് നേരം സമയമെടുക്കും, ഏകദേശം ഒരു അരമണിക്കൂറോളം നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഈ ഒരു ടെക്സ്ചർ പരുവത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ചെറിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 1 മന്തിന് മേളിൽ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2-3 മന്ത്സ് വരെ എടുക്കും. പക്ഷേ ഇത് ചെറിയ ബൗളായതുകൊണ്ട് ഞാൻ പ്രിസർവേറ്റീവ്സ് അങ്ങനെ കെമിക്കൽസും പ്രിസർവേറ്റീവ്സും അങ്ങനെ മാക്സിമം ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 1 മന്ത് യൂസ് ചെയ്യാനായിട്ടുള്ളത് ഇതിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളതും സെയിൽ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അവർക്കുള്ളതാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കും വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.